നമസ്കാരം. ദീപ്തമായ ഈ സായം സന്ധ്യയിൽ എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ഭൂമിയിലെ ജലാശയങ്ങളിലുള്ള സൂര്യപ്രതിബിംബവും ആകാശത്തിലെ സൂര്യനും നമുക്ക് പകർന്നു തരുന്ന ഒരു പാഠമുണ്ട്. അത് ആത്മതത്വത്തെ സംബന്ധിച്ച പാഠമാണ്. യഥാർത്ഥത്തിൽ സൂര്യൻ ഒന്നു മാത്രം. എന്നാൽ അസംഖ്യം ജലസംഭരണികളിൽ അസംഖ്യം സൂര്യന്മാരെ കാണാം. സൂര്യനും പ്രതിബിംബങ്ങളും വേറെയാണ് എന്ന് ചിന്തിക്കുന്നത് അവിവേകമാണ്. ഇതേപോലെ ഓരോ ശരീരങ്ങളിൽ ജീവാത്മാവായി ഇരിക്കുന്നത് വാസ്തവത്തിൽ ഒരേ പരമാത്മാവ് തന്നെയാണ്. ഭിന്ന ശരീരങ്ങളിൽ ഭിന്നാത്മാക്കൾ ഉണ്ടെന്ന ധാരണ അറിവില്ലായ്മ മൂലമാണ്. ഇങ്ങനെ ജീവാത്മ പരമാത്മ ബന്ധത്തെ സൂര്യദൃഷ്ടാന്തത്തിൽ മനസ്സിലാക്കാം. ജലത്തെ വലിച്ചെടുത്ത് സൂര്യൻ ഋതു മാറി വരുമ്പോൾ വലിച്ചെടുത്തത് തിരികെ വർഷിക്കുന്നു. താൻ ജലം വലിച്ചെടുത്തെന്നോ വിട്ടുകൊടുത്തു എന്നോ സൂര്യൻ അഭിമാനിക്കാറില്ല. എന്നെന്നും മാറ്റമില്ലാതെ നിൽക്കുന്നു. ഇതേപോലെ സാധകനും ഇന്ദ്രിയങ്ങളെ കൊണ്ട് എന്ത് സ്വീകരിച്ചാലും ആവശ്യക്കാർക്ക് യഥാസമയം നൽകിയാലും അഭിമാനരഹിതനായിരിക്കണം എന്ന സൂര്യതത്വം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. തുടർന്ന് നമുക്ക് ശ്രീ കാവാലം ശ്രീകുമാർ പ്രശ്നോത്തര രത്നമാലിക ആലപിക്കുന്നത് കേൾക്കാം. കിം ദുഃഖം അസന്തോഷഃ കിം ലാഘവം അധമതോ യാഞ്ച കിം ഗഹനം സ്ത്രീചരിതം കഃ ചതുരഃ യോ ന ഖണ്ഡിതഃ തേന കിം ദുഃഖം അസന്തോഷഃ കിം ലാഘവം അധമതോ യാഞ്ച കിം ജീവിതം അനവദ്യം കിം ജാഡ്യം പാഠതോപ്യനഭ്യാസഃ കോ ജാഗർത്തി വിവേകി കാ നിദ്രാ മൂഢതാ ജന്തോഃ കിം ജീവിതം അനവദ്യം കിം ജാഡ്യം പാഠതോപ്യനഭ്യാസഃ കോ ജാഗർത്തി വിവേകി കാ നിദ്രാ മൂഢതാ ജന്തോഃ
അടുത്തതായി ശങ്കരസ്തോത്രാമൃതം. ശ്രീ ശങ്കരാചാര്യരുടെ പ്രശ്നോത്തര രത്നമാലികയിലെ 10ാം ശ്ലോകത്തിലെ അടുത്ത ചോദ്യം ജാഡ്യം അഥവാ മരിച്ചതിന് തുല്യമായ ജീവിതം എന്താണ് എന്നാണ്. ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുന്നവരാണെങ്കിലും അത് നിത്യവും അഭ്യസിക്കാത്തവരുടേതാണ് മരിച്ചതിന് തുല്യമായ ജീവിതമെന്ന് ആചാര്യന്മാർ പറയുന്നത്. എന്താണ് നിദ്ര എന്നും ആരാണ് ഉണർന്നിരിക്കുന്നവനെന്നും ഉള്ള ചോദ്യത്തെ വ്യാഖ്യാനിക്കുകയാണ് ഇന്ന് ശങ്കരസ്തോത്രാമൃതത്തിൽ സ്വാമി ചിദാനന്ദപുരി. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. പ്രശ്നോത്തര രത്നമാലികയിൽ 10ാമത്തെ ശ്ലോകമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതിലവസാനം നമ്മൾ പഠിച്ചത് 25ാമത്തെ ചോദ്യമായിരുന്നു. കിം ജീവിതം, എന്താണ് ജീവിതം? അവിടെ എന്തായിരിക്കണം ജീവിതം എന്ന നിലയ്ക്ക് മറുപടി പറഞ്ഞു, അനവദ്യമാണ് ജീവിതം, ശ്രേഷ്ഠമായത്. ശ്രേഷ്ഠമായതിനെ മാത്രമേ ജീവിതം എന്ന് പറയാനൊക്കൂ. താത്പര്യം എന്താണ് കർത്തവ്യം, എന്താണ് അകർത്തവ്യം, ചെയ്യേണ്ടതെന്ത്, ചെയ്യരുതാത്തതെന്ത്, ഈ തിരിച്ചറിവോടുകൂടി ജീവിക്കുന്നത്. അതുതന്നെ സ്വന്തം ജീവിതത്തിലും പരന്മാരുടെ മറ്റുള്ളവരുടെ ജീവിതത്തിലും ഹിതമായതിനെ നേടാനായിക്കൊണ്ട് പരിശ്രമം ചെയ്യുന്നത്, ശ്രേഷ്ഠമാണെന്ന് ഉള്ളിൽ നിന്ന് ബോധിപ്പിക്കുന്ന തരം കർമ്മങ്ങളെ മാത്രം ചെയ്തു കഴിയുന്നത്, അതിനെല്ലാമാണ് അനവദ്യം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ശാസ്ത്രങ്ങളാലും ആചാര്യന്മാരാലും പ്രശംസിക്കപ്പെടുന്നത്. അപ്പം അങ്ങനെയുള്ള ജീവിതം നയിക്കുമ്പോഴാണ് അത് ജീവിതമാകുന്നത്. ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത ചോദ്യം, കിം ജാഡ്യം, ജഡഭാവം, ജഡൻ്റെ ഭാവം. മൃതനാണല്ലോ, അപ്പോൾ മരിച്ചതിന് തുല്യമായ ജീവിതം എന്താണ്? ഒരാൾ ജീവിക്കുന്നു, പക്ഷെ മരിച്ചതിന് തുല്യമാണ് ആ ജീവിതം. അതാണ് ജാഡ്യം. ഇനി ജാഡ്യം എന്നുള്ളതിന് താത്പര്യാർത്ഥമായിട്ട് ഉണർവില്ലായ്മ, ആലസ്യ പ്രമാദാദി ദോഷങ്ങളെല്ലാം ചേർന്ന ഭാവം എന്നൊക്കെ അർത്ഥം പറയാം. വാസ്തവത്തിൽ ജഡത്തിൻ്റെ ഭാവമാണ് ജാഡ്യം. ജീവിച്ചിരിക്കുന്നു, പക്ഷേ ജഡം പോലെയാണ്, മൃതസമാനനാണ്. ആ ജാഡ്യം എന്താണ്? കിം ജാഡ്യം? മറുപടി, പാഠതോപ്യനഭ്യാസഃ. ശാസ്ത്രങ്ങളെ പഠിച്ചവനാണ്, പഠിക്കുന്നവനാണ്, പക്ഷേ അഭ്യാസം ചെയ്യുന്നില്ല. അതാണ് ജഡഭാവം. താത്പര്യം, നമ്മൾ ഏത് മേഖലയിൽ എന്തു തന്നെ പഠിക്കുകയാണെങ്കിലും ആ പഠിക്കുന്നതിനെ അഭ്യസിച്ചുറപ്പിക്കണം. അഭ്യാസം എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചുള്ള പരിശ്രമമാണ്. ഇപ്പോൾ സ്വാധ്യായം ദൃഢമാകുന്നത് അഭ്യാസത്തിലൂടെയാണ്. അപ്പോൾ ഒരാൾ പഠിക്കുന്നു, ധർമ്മശാസ്ത്രങ്ങളെ പഠിക്കുന്നു, അതിലൂടെ ലക്ഷ്യമാർഗങ്ങളെക്കുറിച്ച് അയാൾ ബോധിക്കുന്നു. എങ്കിൽ തന്നെയും നിത്യവും അഭ്യാസം ചെയ്യുക എന്നുള്ളത് അവശ്യ കർത്തവ്യമാണ്. അപ്പോൾ പഠിച്ചിട്ടുണ്ടെങ്കിലും പഠിക്കുന്നുണ്ടെങ്കിലും അവശ്യ കർത്തവ്യമായ അഭ്യാസത്തെ ചെയ്യുന്നില്ലെങ്കിൽ അത് ജഡതുല്യമായ ജീവിതമാണ്. മനുഷ്യജീവിതത്തെ ശ്രേഷ്ഠമാക്കുന്നത് നിസ്സംശയം നമുക്ക് പറയാം ശാസ്ത്രബോധമാണ്, അറിവാണ്.
അറിവ് ദൃഢമാകുന്നത് അഭ്യാസത്തിലൂടെയാണ്. അപ്പോൾ അറിയാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അഭ്യാസം ചെയ്യുന്നില്ലെങ്കിൽ അത് ജഡസമം തന്നെ. അതാണ് കിം ജാഡ്യം പാഠതോപ്യനഭ്യാസഃ കോ ജാഗർത്തി. അടുത്ത ചോദ്യം കഹ ജാഗർത്തി. ആര് ഉണർന്നിരിക്കുന്നു? ആരാണ് ഉണർന്നിരിക്കുന്നത്? ഇപ്പോൾ സാധാരണഗതിയിൽ ജാഗരിതാവസ്ഥയിലുള്ളവരൊക്കെ ഉണർന്നിരിക്കുന്നവരാണെന്നാണ് നമ്മൾ മറുപടി പറയുക. ജാഗരിതാവസ്ഥ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ അറിയുന്ന അവസ്ഥയാണ്. ശബ്ദ സ്പർശ രൂപ രസഗന്ധാദി വിഷയങ്ങളെ അറിയുന്ന അവസ്ഥയാണ് ജാഗ്രത അവസ്ഥ. അപ്പോൾ ജാഗ്രത അവസ്ഥയിൽ ഇരിക്കുന്ന ആളാണ് ഉണർന്നിരിക്കുന്നത് എന്നാണ് നമ്മൾ സാമാന്യമായിട്ട് മനസ്സിലാക്കുക. എന്നാൽ ഇവിടെ പറയുന്നത് കോ ജാഗർത്തി വിവേകി. വിവേകിയാണ് ഉണർന്നിരിക്കുന്നത്, വിവേകം ചെയ്യുന്ന ആൾ. ശരിയെന്ത് തെറ്റെന്ത്, നിത്യമായതെന്ത് അനിത്യമായതെന്ത്, കർത്തവ്യമെന്ത് അകർത്തവ്യമെന്ത്, ഇങ്ങനെ എല്ലാ ദ്വന്ദ്വങ്ങളെയും വിചാരത്തിന് വിധേയമാക്കി ഗ്രഹിക്കേണ്ടതിനെ ഗ്രഹിക്കുകയും ത്യജിക്കേണ്ടതിനെ ത്യജിക്കുകയും ചെയ്യുന്ന ആളാണ് വിവേകി. അതാണ് വിവേക ഗുണം. ഇങ്ങനെ വിവേകശാലികളായവർ മാത്രമേ വാസ്തവത്തിൽ ഉണർന്നിരിക്കുന്നുള്ളൂ. അവിവേകികളായിട്ടുള്ളവർ ബാഹ്യമായി ഉണർന്നിരിക്കുകയാണെങ്കിലും അവർ ഉറങ്ങുക തന്നെയാണ്, അവർ ജാഗ്രതയിലല്ല. അതുകൊണ്ടാണ് കഹ ജാഗർത്തി വിവേകി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം കാ നിദ്ര. നിദ്ര എന്താണ്? ഉറക്കം എന്താണ്? ഇപ്പോൾ സാമാന്യമായിട്ട് നമ്മൾ ഉറക്കം എന്താണെന്ന് ചോദിച്ചാൽ ജാഗ്രതയിൽ വ്യാപരിച്ച കരണങ്ങളൊക്കെ വിശ്രമസ്ഥിതിയെ പ്രാപിക്കുന്നതാണ് നിദ്ര എന്ന് നമ്മൾ പറയും. വേണമെങ്കിൽ നിദ്രയിൽ തന്നെ രണ്ടായിട്ട് അവസ്ഥകളുണ്ട്, സ്വപ്നാവസ്ഥയും സുഷുപ്തി അവസ്ഥയും. അവയുടെ ലക്ഷണങ്ങൾ നമ്മൾ പറയും. ജാഗ്രത സംസ്കാരത്തിനനുസരിച്ച് കരണങ്ങൾ ഉപസംഹൃതമായ സമയത്ത് അന്തഃകരണത്തിൽ വിഷയാകാരങ്ങൾ ഉണ്ടാകുന്നതാണ് സ്വപ്നമെന്നും, നിദ്രാലുവായ ആൾ എപ്പോഴാണോ സ്വപ്നങ്ങളെ കാണാത്തത്, കാമങ്ങളെ കാമിക്കാത്തത്, ആ ഒരു അവസ്ഥയാണ് സുഷുപ്തി എന്നുമൊക്കെ നമ്മൾ ലക്ഷണങ്ങൾ പറഞ്ഞേക്കാം. പക്ഷെ ഇവിടെ നിദ്ര എന്നുള്ളതിന് തീർത്തും ഭിന്നമായ അർത്ഥമാണ് പറയുന്നത്. മൂഢതാ ജന്തോഹ. ജന്തുവിൻ്റെ മൂഢതയാണ് നിദ്ര. അജ്ഞാനമാണ്, അറിവില്ലായ്മയാണ് നിദ്ര. മൂഢത എന്ന് പറഞ്ഞാൽ മോഹിച്ചിരിക്കുന്ന അവസ്ഥയാണ്, ഗ്രാഹ്യത്യാജ്യ വിവേചനമില്ലാത്ത അവസ്ഥ, കർത്തവ്യാകർത്തവ്യ ജ്ഞാനമില്ലാത്ത അവസ്ഥ, നിത്യാനിത്യ വിവേകമില്ലാത്ത അവസ്ഥ, ഒന്നിനെക്കുറിച്ചും വിവേകമില്ല. അങ്ങനെ മായയാൽ മോഹിക്കപ്പെട്ട് സത്യത്തെ അറിയാതിരിക്കുന്ന അവസ്ഥയാണ് മൂഢത. അപ്പോൾ ജന്തുവെ സംബന്ധിച്ച്, ജന്തു എന്ന് പറഞ്ഞാൽ ജനനശീലോ ജന്തു, ജന്മമുള്ളവർ, ജനിച്ചവർ, ജനിക്കുന്നവർ എന്നൊക്കെയാണ് ജന്തു ശബ്ദത്തിനർത്ഥം. അപ്പോൾ ജന്തുവെ സംബന്ധിച്ച് മൂഢതയാണ് നിദ്ര. ഇതാണ് ഈ ശ്ലോകത്തിലെ ചോദ്യോത്തരങ്ങൾ. ജാഡ്യം പാഠതഃ അപി അനഭ്യാസഃ കഹ ജാഗർത്തി വിവേകി ജാഗർത്തി കാ നിദ്ര ജന്തോഹോ മൂഢത നിദ്ര. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അടുത്തതായി സനാതനധർമ്മം. ഓം നമോ ഭഗവതേ വാസുദേവായ. ദശമസ്കന്ധത്തിലേക്ക് എല്ലാവർക്കും ഭഗവത് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദശമസ്കന്ധത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ദ്രൗണ്യസ്ത്ര വിപ്ലുഷ്ടമിതം മതംഗം സന്താനബീജം കുരുപാണ്ഡവാനാം ജുഗോപകുക്ഷിം ഗത ആത്തചക്രോ മാതുശ്ചമേ ശരണം ഗതായാഹ. പറയാണ് ദ്രൗണ്യസ്ത്ര വിപ്ലുഷ്ടം. അശ്വത്ഥാമാവിൻ്റെ അസ്ത്ര അഗ്നിയിൽ ദഹിച്ചുകൊണ്ടിരിക്കുന്നതും, അശ്വത്ഥാമാവ് കൗരവ-പാണ്ഡവ യുദ്ധത്തിന് ശേഷം അസ്ത്രത്തെ കൊടുത്ത് പാണ്ഡവരുടെ പുത്രന്മാരെ എല്ലാം ദഹിപ്പിച്ചു.
കൊണ്ടിരിക്കുന്നത് കുരുപാണ്ഡവാനാം, കുരുപാണ്ഡവന്മാരുടെ സന്താന ബീജം വംശം നശിക്കാതിരിക്കാനുമുള്ള ആദികാരണവുമായ ഇതം ഈ മതംഗം എൻ്റെ ദേഹത്തെ ശരണം ശരണത്തെ ഗതായാഹ പ്രാപിച്ച മേ എൻ്റെ മാധു അമ്മയുടെ കുക്ഷിം ജഡരത്തെ ഗതഹ പ്രാപിച്ച ആത്തചക്ര ചക്രത്തെ ധരിച്ച യഹ യാതൊരു ഭഗവാൻ ജുഗോപ ഗോപനം ചെയ്തു രക്ഷിച്ചു. ഇവിടെ പറയുകയാണ്, പ്രധാനമായിട്ട് എടുത്ത് പറയുകയാണ് മതംഗം. മതംഗം എന്ന് പറഞ്ഞാൽ എൻ്റെ ദേഹത്തെ, എൻ്റെ ദേഹം എന്ന് പറഞ്ഞാൽ ആരാ? പരീക്ഷത്തിൻ്റെ ദേഹത്തെ. പരീക്ഷത്തിൻ്റെ ദേഹത്തെ എങ്ങനെയാണോ അഭിമന്യുപുത്രനായിരിക്കുന്ന പരീക്ഷത്തിൻ്റെ ദേഹത്തെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് നശിക്കാതിരിക്കാൻ, അശ്വത്ഥമാവിൻ്റെ അസ്ത്രത്താൽ നശിക്കാതിരിക്കാൻ ആരാണോ സംരക്ഷിച്ച് ആ ഭഗവാൻ ആര്? അമ്മ ശരണം പ്രാപിച്ചു, അപ്പോൾ ഭഗവാൻ സംരക്ഷിച്ചു എന്നാണ് പറയുന്നത്. അമ്മയുടെ കുക്ഷ്യ ജഡരത്തെ സംരക്ഷിച്ച ഭഗവാൻ, ആ ചക്രത്തെ കൊണ്ട് ധരിച്ച ഭഗവാൻ ഞങ്ങളെല്ലാം സർവദാ സംരക്ഷിച്ചു കൊള്ളുന്നു എന്നാണ് പറയുന്നത്. വീര്യാണി തസ്യാഖില ദേഹഭാജാം അന്തർബഹി പുരുഷകാലരൂപൈ പ്രയച്ഛതോ മൃത്യുമുദാമൃതം ച മായാമനുഷ്യസ്യ വദസ്വ വിദ്വാൻ. അഖിലദേഹഭാജാം എല്ലാ പ്രാണികൾക്കും അന്തഃ ഉള്ളിലും ബഹിഹി പുറത്തും, സർവപ്രാണികളുടെയും അകത്തും പുറത്തും ഒരുപോലെ പുരുഷകാലരൂപേഹി ജീവനായിട്ടും കാലനായിട്ടും, ജീവനായിട്ടും അതുപോലെ തന്നെ കാലനായിട്ടും മൃത്യുവും മരണത്തെയും അമൃതം ഉദ മോക്ഷത്തെയും പ്രയച്ഛത കൊടുക്കുന്നവനും മായാമനുഷ്യസ്യ മായ കൊണ്ട് മനുഷ്യനുമായിരിക്കുന്ന തസ്യ ഭഗവാന്റെ വീര്യാണി വൈഭവങ്ങളെ വിദ്വാനെല്ലാം അറിയുന്നവനായിരിക്കുന്ന അല്ലേ ശുഖബ്രഹ്മർഷി അങ്ങ് ഞങ്ങൾക്കായിക്കൊണ്ട് വദസ്വ പറഞ്ഞാലോ എന്നർത്ഥം. എല്ലാ പ്രാണികളിലെയും ഉള്ളിൽ ഭഗവാൻ ജീവസ്വരൂപനായിട്ടും കാലസ്വരൂപനായിട്ടും വർത്തിക്കുന്നു എന്നർത്ഥം. അങ്ങനെയുള്ള ഭഗവാന് മരണത്തെയും അതുപോലെ തന്നെ ജനങ്ങൾക്ക് മുക്തിയെയും സ്മരണത്തെയും നൽകുന്നു. നല്ല വിചാരങ്ങളോടുകൂടി നല്ല പ്രവൃത്തികളോടുകൂടി ഈശ്വര സമർപ്പണ ബുദ്ധിയോടുകൂടി ആര് ജീവിക്കുന്നോ അവർക്ക് മുക്തിയെയും അല്ലാത്തവർക്കെല്ലാം മരണത്തെയും നൽകുന്നവനാണ് ആ ഭഗവാൻ എന്ന സാരമാണ് ഇവിടെ ബോധ്യപ്പെടുത്തുന്നത്. അമൃതം മുത മോക്ഷത്തെയും നൽകുന്ന ഭഗവാൻ മായാമനുഷ്യസ്യ മായ കൊണ്ട് മനുഷ്യനായിട്ട് തീരുന്നു. ബാലന്മാരെയൊക്കെ കൊന്നെടുക്കാൻ വന്നിരിക്കുന്ന പൂതനാദികളെ നിഗ്രഹിച്ചത് കാലസ്വരൂപനായതുകൊണ്ടാണ് ഭഗവാൻ. അങ്ങനെയുള്ള കാലസ്വരൂപനായിരിക്കുന്ന ഭഗവാന് മായ കൊണ്ട് മനുഷ്യനായി തീർന്ന ഭഗവാന്റെ വീര്യങ്ങളെക്കുറിച്ച് വൈഭവങ്ങളെക്കുറിച്ച് ഭഗവാന്റെ മഹത്വങ്ങളെയൊക്കെ കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും അല്ലയോ ഇതിനൊക്കെ അറിയാവുന്ന അന്തർനേത്രം കൊണ്ട് ഇതെല്ലാം അനുഭവിച്ചറിയുന്ന ശുഖബ്രഹ്മർഷേ അങ്ങ് ഇത് ഞങ്ങൾക്കായിക്കൊണ്ട് വെളിപ്പെടുത്തി തന്നാലും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നല്ലവണ്ണം അറിയാൻ ഗ്രഹിക്കുവാൻ സാധിക്കുന്ന ഒരാളാണ് ശുഖബ്രഹ്മർഷി എന്നുള്ളത്. ആ ബ്രഹ്മർഷിക്ക് ഇത് അറിയാവുന്നത് കൊണ്ടാണ് ഇത് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത്. ചെയ്യേണ്ടത് ഇത്രയുമാണെന്നുള്ള കാര്യം ആരാണോ കാലസ്വരൂപനായിട്ട് അകത്തും പുറത്തും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാന്റെ ചൈതന്യത്തെ ഉള്ളിൽ പ്രകാശിപ്പിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ ആഗ്രഹിക്കുന്നത് അവരൊരു കാര്യം വളരെ സ്പഷ്ടമായിട്ട് ചിന്തിച്ചു വയ്ക്കണം. എന്താ? എവിടെങ്കിലും ചെന്നിരുന്ന് സജ്ജനങ്ങളായിരിക്കുന്ന ആളുകളിൽ നിന്ന് ഇതുപോലുള്ള അറിവുകൾ നേടിക്കൊണ്ട് പരിശുദ്ധീകരിക്കണം സ്വമനസ്സിനെ. അപ്പോഴാണ് ഭഗവത് അനുഗ്രഹം കൊണ്ട് നിറയുന്ന മനസ്സായി അവിടെ ഭവിക്കുന്നത്. അതാണിവിടെ വളരെ സ്പഷ്ടമായിട്ട് ഭാഗവതം വെളിപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാവർക്കും ആ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നമസ്കാരം. ഇനി ദീപാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.
കൃതയുഗത്തിൽ ആദിദേവ ചൈതന്യം കൃതമാലയിൽ തുടിച്ചു പുണ്യ കൃതമാലയിൽ തുടിച്ചു കൃതയുഗത്തിൽ ആദിദേവ ചൈതന്യം കൃതമാലയിൽ തുടിച്ചു പുണ്യ കൃതമാലയിൽ തുടിച്ചു വത്സലപാലകൻ ശ്രീവത്സാംഗിതൻ മത്സ്യമായി അവതരിച്ചു വത്സലപാലകൻ ശ്രീവത്സാംഗിതൻ മത്സ്യമായി അവതരിച്ചു മത്സ്യമായി അവതരിച്ചു വേദാവിൽ നിന്നും പണ്ട് ഹയഗ്രീവനെന്ന ദൈത്യൻ വേദങ്ങളപഹരിച്ചു ചതുർവേദങ്ങളപഹരിച്ചു